ആ തിരക്കിലൂടെ ഓടിക്കൊണ്ടുവരുന്ന ആളാണ് എൻ്റെ ബ്രൈഡ് ഫർഹാനയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തത് ആളുടെ ഫിയാൻസി തന്നെയായിരുന്നേ. ഞങ്ങൾ അപ്പോൾ തൊട്ട് കോണ്ടാക്റ്റിൽ ചാറ്റ് ചെയ്യുമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ ബ്രൈഡിൻ്റെ കല്യാണ സാരി വാങ്ങിക്കാനായിട്ട് കോയമ്പത്തൂർ പോയതായിരുന്നു. അവിടെ പോയപ്പോൾ ജസ്റ്റ് ഞാൻ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം കല്യാണത്തിന് രാവിലെ പോയപ്പോൾ അവരെ വീട്ടിൽ പോയപ്പോൾ വീട്ടിൽ വേണ്ട ഒരുങ്ങുന്നത് നമുക്ക് മണ്ഡപത്തിൽ ഒരുങ്ങിയാൽ മതി എന്ന് പറഞ്ഞു അവരുടെ വലിയമ്മ. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിൽ ഫർഹാനയും കൊണ്ട് മണ്ഡപത്തിലെത്തി. അവിടുത്തെ റൂമിൽ ആൾക്ക് ട്രയലൊന്ന് ജസ്റ്റ് നോക്കുക നെറ്റിച്ചുട്ടി വെച്ചിട്ട്. ആൾ തന്നെ പ്രിഫർ ചെയ്ത നെറ്റിച്ചുട്ടി കേട്ടോ അത്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് നെറ്റിച്ചുട്ടിയൊക്കെ ഓക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൽ ഹെയർ സ്റ്റൈൽ വേരിയേഷൻ ഭയങ്കരമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് മേക്കപ്പ് എല്ലാം തുടങ്ങി. മേക്കപ്പ് തുടങ്ങുമ്പോൾ ഭയങ്കര വാചാലയായിരുന്നു. ഭയങ്കര ഫണ്ണായിരുന്നു. ഞങ്ങളവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും, തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടോ ചിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നത് നിങ്ങളുടെ തമിഴ് നല്ല ക്യൂട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് അത് കൊടുക്കാം കേട്ടോ, ഫർഹാനയുടെ എന്നെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അങ്ങനെ ഏകദേശം ഞങ്ങൾ മേക്കപ്പൊക്കെ തീർത്ത് ഏകദേശം ഒരു 8:30 ആ സമയമാകുമ്പോഴത്തേക്ക് മേക്കപ്പൊക്കെ തീർന്നു. അത് കഴിഞ്ഞ് ഫർഹാനയെ കണ്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ റിയാക്ഷനൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ. ഇത് ഫർഹാനയുടെ വല്യമ്മ കേട്ടോ അത്. മാഷാ അല്ലാ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളത് കേട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് വീഡിയോ എടുക്കുക ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ടൊക്കെ ചെയ്ത് ആളുടെ ഫുൾ ലുക്കൊക്കെ ഒന്ന് വീഡിയോ എടുത്ത്. സാധാരണ എൻ്റെ മോനെ കൂടെ വരല്, ആളില്ല അന്ന്. ആൾക്കൊക്കെ എക്സാം ആയതുകൊണ്ട് ആളില്ല. അത് കഴിഞ്ഞ് ആളുടെ വീഡിയോ ജസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയി. ഫുഡിൽ എന്തായിരുന്നു ഇഡ്ഡലി, സാമ്പാർ, ദോശ, കിച്ചടി, അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫർഹാനയെ ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും കുറച്ച് അതിൻ്റെ ആ ലൈറ്റിലൊക്കെ കുറച്ച് എടുക്കാൻ വിചാരിച്ച് കൂടെ പോയി നിന്ന് കുറച്ചൊക്കെ എടുത്തു. പിന്നെ ഫർഹാനയുടെ ഒരു സ്പെഷ്യൽ ഇതെന്താ വെച്ചാൽ ഈ ബ്രൈഡൽ നെറ്റിൽ കണ്ടോ ഇങ്ങനെ പേര് എഴുതിയിട്ട്, അത് നല്ല രസമായിരുന്നേ. ഫർഹാനയുടെ ഫാമിലി മെമ്പേഴ്സ് വീണ്ടും നമുക്ക് റിവ്യൂ തരാം, നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഫർഹാനയുടെ മേക്കപ്പ് അടിപൊളിയായി കഴിഞ്ഞു. நீங்கள் பேசுகிற தமிழ் அழகாக இருக்கு. கியூட், ஸோ கியூட். தமிழ் நல்லா பேசுறீங்க. நீங்கள் மலையாளி தானே? ரைடுக்கு வந்துட்டு ரொம்ப டென்ஷனாக இருக்கும். எனக்கு அது டென்ஷன்னா வந்துட்டு ரொம்ப இல்லாமல் கொஞ்சம் கம்மியாக பண்ணியிருக்கீங்க. ஸோ அதனால ஐ ரியலி லவ் யூ. டேக் இட்.